ഹായ് ഹലോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു ഫുൾ ഡേ വീഡിയോ എടുക്കാം എന്ന് കരുതിയിട്ടുണ്ട്. അത്രയും എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ അത്രയും വീഡിയോ തന്നെ എടുത്തിരിക്കും. അപ്പോൾ നമ്മൾ കുറേ നാൾക്ക് ശേഷമാണല്ലോ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇൻട്രോ പറയാൻ എൻ്റെ കൂടെ എൻ്റെ കുട്ടീസും ഉണ്ട്. ഞങ്ങൾക്ക് 3 ഏട്ടനും എനിക്ക് കുഞ്ഞിനും പനിയാണ്. പിന്നെന്താ, നമുക്ക് വീഡിയോയിലോട്ട് പോകല്ലേ. പിന്നെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ചാനൽ പുതിയതായിട്ട് ആരെങ്കിലും വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കണ്ട. രാവിലെ തന്നെ നമ്മൾ അരി അടപ്പത്തിട്ടിട്ടുണ്ട്, ഏട്ടനായിട്ടത് കേട്ടോ. ഈ സാധനങ്ങളെല്ലാം ഞാൻ ഇങ്ങനെ പൊക്കി പറക്കി വെച്ചേക്കുന്നതിൻ്റെ കാര്യം, കുഞ്ഞിൻ്റെ അടി ചെന്നുണ്ട്, അവിടെ ചെന്നിട്ട് എല്ലാം പറക്കി ഇടുക, തറയിലൊക്കെ ഓരോന്ന് പറക്കി വലിച്ചു വാരി ഇടുക. അപ്പം രാവിലെ നമുക്ക് ആ ഒരു പണി ഉണ്ടായിരുന്നു, നമ്മളത് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിനി എന്താ പിന്നെയെന്ന് പറയുന്നുണ്ട്, ഒരു കാര്യം കാണിച്ചു തരാം. തുണി വിരിച്ചിട്ട് കേട്ടോ. ഇത് കണ്ടോ, നമ്മുടെ വണ്ടി നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. 2 വണ്ടിയും 2 വണ്ടി നമ്മൾ കണ്ടല്ലോ, നേരെ ആ വയൽ ഭാഗത്തൂടെ നമ്മൾ കൊണ്ടുവന്നതാണ്. ഇപ്പം ഏട്ടൻ കുളിച്ചിട്ട് ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട് കുളിച്ചിട്ട് വന്ന് റെഡിയാവുകയാണ്. റെഡിയായി കഴിഞ്ഞു. ഇതാണ്ടത് നമ്മുടെ വണ്ടി, ഞാൻ കാണിച്ചു തന്നായിരുന്നല്ലോ, വണ്ടിയൊക്കെ ഉണ്ട്. 2 വണ്ടിയും മുറ്റത്തെത്തിയിട്ടുണ്ട്. നമ്മുടെ പുതിയ വണ്ടി വീട്ടിൽ കൊണ്ടുവരണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്ക്. എന്തായാലും അത് സാധിച്ച്. നമ്മൾ അപ്പുറത്തെ വീട്ടിൽ ആയിരുന്നു വെച്ചുകൊണ്ടിരുന്നത്, എന്തായാലും വീട്ടിൽ കൊണ്ടുവന്നത് സാധിച്ചു. ചക്ക പഴുത്തു പോയതുകൊണ്ട് ഇനിയിപ്പോൾ എന്തായാലും ചക്ക നമുക്ക് വേവിക്കാൻ പറ്റൂല. ഇത് കണ്ടോ, ഒരട്ട പോകുന്നത്. എനിക്ക് ദേഹം പെരുത്തേറി ഈ അട്ടയെ കണ്ടപ്പോഴേക്കും അതിനെ അങ്ങ് എടുത്ത് കളയിട്ട്. കുഞ്ഞിവിടെ ഉണ്ടല്ലോ, അപ്പം റൂമിലോട്ടൊക്കെ കയറി കഴിഞ്ഞാൽ അറിയൂല. അപ്പോൾ ചക്ക വെക്കാം എന്നുള്ളൊരു മോഹം പോയിട്ടുണ്ട്. ചക്ക ഏതായാലും വെക്കാൻ പറ്റൂല, നല്ല മധുരമായിട്ടുണ്ട്. എന്തായാലും പാത്രം പെട്ടെന്ന് കഴുകാൻ കരുതി. പാത്രം കഴുകില്ലെങ്കിൽ പിന്നെ പറ്റത്തില്ല. മഴയ്ക്ക് മുന്നേ പാത്രം കഴുകാൻ കരുതി. ആ വീഡിയോ എന്തായാലും ഞാൻ എടുക്കുന്നില്ല കേട്ടോ. അപ്പോൾ പെട്ടെന്ന് പാത്രമൊക്കെ കഴുകിയിട്ട് വരാൻ കരുതി. പിന്നെ എന്താ പറയുക, പിന്നെ നമുക്ക് തോരൻ വെക്കാൻ വേണ്ടിയിട്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് മോര് കാച്ചാൻ കരുതി. മോരോ അല്ലെങ്കിൽ രസമോ അത് ഏതെങ്കിലും ഒന്ന് ചെയ്യാൻ കരുതി. എല്ലാം പെട്ടത് ഒട്ടും വയ്യാത്തതുകൊണ്ടൊന്നും ചെയ്യാൻ കൂടി തോന്നുന്നില്ല. പിന്നെ മൂക്കൊട്ടും വയ്യാത്തതുകൊണ്ട് സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഡൗൺ ആയിപ്പോയി. മൂക്കൊലിപ്പാണ്, മൂക്ക് കഷ്ടം, പാവം ഉറങ്ങുക. അവൾ ഡൗൺ ആയപ്പോഴത്തേന് ഞങ്ങൾ ഓൾറെഡി ഡൗൺ ആയിപ്പോയി. അവിടെ എണീക്കുന്നതിന് മുന്നേ ഞാൻ ബാക്കിയുള്ള ജോലിയൊക്കെ ഒതുക്കാൻ കരുതി. ഏട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരും, ജോലിയൊക്കെ പെട്ടെന്ന് ഒതുക്കാൻ കരുതി. എന്തായാലും പാത്രം കഴുകുന്ന വീഡിയോ ഞാൻ എടുക്കുന്നില്ല കേട്ടോ. നോളെ കാണിച്ചു തരാം. ആണ്ടേ ഉറക്കമോ പാവം, ഒട്ടും വയ്യ ആൾക്ക്. പനിയിൽ നിന്ന് ആശുപത്രി കൊണ്ടുപോകണം എന്ന് വെച്ചപ്പോഴത്തേനും മഴ, നല്ല അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്ന് കിടത്തി. രാവിലെ എന്തായാലും കുളിപ്പിക്കുമ്പോഴത്തേനും കുറച്ച് ആക്റ്റീവ് ആകുമെന്ന് കരുതി. അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തിയതുള്ളൂ. നല്ല തണുപ്പുണ്ട് കേട്ടോ. മഴയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, മഴയുണ്ടായിരുന്നു. മഴ പൊടിച്ച് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഈ ഒരു തുണിയും ഇട്ട് കൊടുത്തു, കുഞ്ഞിന് തണുക്കുകയാണെങ്കിലോ എന്ന് കരുതിയിട്ട്. ചൂട് ചെറുതായിട്ടേ ഉള്ളൂ. നമ്മൾ മരുന്ന് ചെറുതായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ മൂക്കൊലിപ്പ് നന്നായിട്ടുണ്ട്. പാവം മാണ്ട് കിടന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത്ര വിഷമാവൂലേ. അങ്ങനെ എന്തായാലും കിടക്കുന്നില്ല, അങ്ങനെ ഒന്നും ആവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം ദൈവത്തിനോട്. കുഴപ്പമൊന്നുമില്ല. അപ്പം നമ്മൾ ഈ വീഡിയോ എനിക്ക് ഫുൾ എടുക്കണമെന്നുണ്ട്. സത്യം പറഞ്ഞാൽ ഒട്ടും വയ്യ, അതുകൊണ്ട് ഇനി ഫുൾ എടുക്കാൻ പറ്റുമോ എന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. എടുക്കാൻ പറ്റില്ലെങ്കിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം പ്ലീസ്. പിന്നെന്താ പറയുക, നമുക്ക് മോളെ ഞാനൊന്ന് ഉറക്കിയിട്ട് കുറച്ച് ജോലിയൊക്കെ ഉണ്ട്. ഏട്ടൻ ഉച്ചയ്ക്ക് കഴിക്കാൻ വരുമെന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് കഴിക്കാൻ വരുവാണെന്നുണ്ടെങ്കിൽ എനിക്ക് കുഞ്ഞിനെയും കൊണ്ട് ആശുപത്രിയിലും കൂടെ ഒന്ന് പോകണം. മഴയില്ലെങ്കിൽ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണമെന്ന്. അപ്പോൾ ആശുപത്രിയിലൊക്കെ പോയിട്ട് വന്നു. കുഴപ്പമൊന്നുമില്ല. മോൾക്ക് വേണ്ടിയിട്ട് അതായത് ഒരു എന്താ പറയുക, മറ്റേ നമ്മുടെ പാരസെറ്റമോളിൻ്റെ സിറപ്പും തന്നു. പിന്നെ അതുപോലെ തന്നെ മൂക്കിലൊഴിക്കാൻ വേണ്ടിയിട്ട് മരുന്നൊക്കെ തന്നിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല, ആൾ തൻ്റെ ഓക്കെയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ
വയ്യ, എനിക്ക് വയ്യ, എനിക്ക് ഒട്ടും വയ്യ. എൻ്റെ മോൾക്ക് ചൂടിളകിയിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട്. നമ്മൾ മരുന്നൊക്കെ കൊടുത്തിട്ട് ഇരുത്തിയേക്കുവാണ്. ഇപ്പോൾ വന്ന് കയറിയതേ ഉള്ളൂ കേട്ടോ പോയിട്ട്. ചെറിയൊരു ചൂടുണ്ടായി, നമ്മൾ മരുന്നൊക്കെ കൊടുത്ത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരയ്ക്കും എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.